എറണാകുളം കല്ലൂർക്കാട് സ്കൂൾ ബസ് കത്തിനശിച്ചു. രാവിലെ 9:30യോടെയാണ് വാഴക്കുളം സെന്റ് തെരേസസ് ഹൈസ്കൂളിലെ സ്കൂൾ ബസ് കത്തിനശിച്ചത്. സ്കൂൾ കുട്ടികളെ കയറ്റി വന്ന വാഹനം കല്ലൂർക്കാട് നീറാമ്പുഴ കവലയ്ക്ക് സമീപമാണ് കത്തിയത്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഏറെ ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ്. ബസ്സിൽ ആ സമയത്ത് കുട്ടികൾ ഉണ്ടായിരുന്നോ? അവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ടോ? ബസ്സിൽ 25 കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ബസ്സിൽ നിന്നും പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ ഡ്രൈവർ അവസരോചിതമായി ഇടപെട്ടു. അദ്ദേഹം പുറത്തിറങ്ങി കുട്ടികളെല്ലാം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. അപ്പോഴേക്കും ബസ്സിന് തീ പടർന്നിരുന്നു. വാഴക്കുളത്ത് വെച്ചായിരുന്നു. വാഴക്കുളം സെന്റ് തെരേസ സ്കൂളിന്റെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന ബസ്സാണിത്. ആ ബസ്സാണ് കത്തി നശിച്ചത്. ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നതും. ഒപ്പം തന്നെ ബസ്സിന്റെ മുകൾ ഭാഗത്തു നിന്നാണ് ആദ്യം പുക ഉയർന്നത്. പിന്നീടാണ് ബസ് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തത്. തൊട്ടടുത്തുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഈ ബസ്സിലെ തീ പൂർണ്ണമായിട്ടും അണച്ചു. 25ഓളം കുട്ടികൾ വാഹനത്തിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള വലിയ അപകടമുണ്ടായത്. സഹിൻ, ഇത് ഒരു ആദ്യമായിട്ടുള്ള സംഭവമല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് എറണാകുളത്ത് തന്നെ ഇത്തരത്തിൽ സമാനമായി സ്കൂൾ ബസ് കത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ സ്കൂൾ ബസ്സുകൾ കത്തുന്നത് വലിയ തരത്തിൽ കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു സംഭവമല്ലേ? തീർച്ചയായിട്ടും സോദി, അങ്ങനെ തന്നെയാണ്. കാരണം കുട്ടികളെ കൊണ്ടുപോകേണ്ട ബസ്സാണ്. അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഫിറ്റ്നസ് നൽകി എല്ലാ വർഷവും ഫിറ്റ്നസ് പുതുക്കി ഓടുന്ന ബസ്സുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപ് കുണ്ടന്നൂർ പാലത്തിന് മുകളിൽ വെച്ച് ഒരു ബസ് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. സമാനമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഡ്രൈവർ കൃത്യമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഈ ബസ്സിലെ 25ഓളം വിദ്യാർത്ഥികൾ അവരെ കൃത്യമായി തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ കഴിഞ്ഞത്. എന്തായാലും ആർക്കും പരിക്കില്ല എന്ന് പറയുമ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണിത്. ആർക്കും പരിക്കില്ല എന്ന് പറയുന്നത് വളരെയധികം ആശ്വാസകരമാണ്. എന്നാൽ തന്നെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമാണ് സഹിൻ. ഇതിങ്ങനെ സ്കൂൾ ബസ് കത്തുന്നു, അതും ഒരു തവണയല്ല, മുൻപും ഇതുപോലെ ഉണ്ടായത്. അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2ാം തവണയാണ്. അത് ഈ വർഷം ഇത് 2ാമത്തെ തവണയാണ് ബസ് കത്തുന്നത്. ഒന്ന് തേവര കുണ്ടന്നൂർ പാലത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇതിപ്പോൾ വാഴക്കുളത്താണ് ഈ ബസ്. അതെ സഹിന, സ്കൂൾ ബസ് കത്തുന്നതിന്റെ ദൃശ്യം ആണ് നമ്മളിപ്പോൾ കാണുന്നത്. എറണാകുളം കല്ലൂർക്കാടാണ് സ്കൂൾ ബസ് ഇത്തരത്തിൽ കത്തി നശിച്ചിരിക്കുന്നത്. രാവിലെ 9:30യോടെയാണ് വാഴക്കുളം സെന്റ് തെരേസാസ് ഹൈസ്കൂളിലെ സ്കൂൾ ബസ് കത്തി നശിച്ചത്. സ്കൂൾ കുട്ടികളെ കയറ്റി വന്ന വാഹനം കല്ലൂർക്കാട് നീറാമ്പുഴ കവലയ്ക്ക് സമീപമാണ് കത്തിയത്. ബസ്സിൽ 25ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് കുട്ടികൾക്ക് ആർക്കും തന്നെ പരിക്കില്ല. സ്കൂൾ ബസ്സിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ കുട്ടികളെ എല്ലാം സുരക്ഷിതരായി മാറ്റി നിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാർക്കും തന്നെ പരിക്കില്ല, എല്ലാവരും സുരക്ഷിതരാണ്. ഇത് എറണാകുളത്ത് ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല, മുൻപും സമാനമായ രീതിയിൽ ബസ് കത്തിയിരുന്നു. ഇത് വളരെയധികം ആശങ്കപ്പെടുത്തുന്നതാണ്. അധികൃതർ ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാകും ഈ സംഭവം.